പശ്ചിമേഷ്യയിൽ സമാധാനം തൊട്ടരികെ എന്ന പ്രതീക്ഷ നൽകിയ അമേരിക്കയും ഇറാനും സമാധാന കരാറിന് തൊട്ടടുത്തെത്തിയെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി അറിയിക്കുകയാണ്. അറാഖ്ചിയുടെ സമൂഹ മാധ്യമ കുറിപ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പങ്കുവച്ചിട്ടുണ്ട്. ധാരണാപത്രം നാളെ സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ച് ഒപ്പിടും എന്നാണ് സൂചന. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര ചേരുന്ന വിവരങ്ങളുമായി. മധുചേട്ടാ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ പക്ഷേ ഒരു 40 തവണയെങ്കിലും ഡൊണാൾഡ് ട്രംപ് കരാറാവുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലും അല്ലെന്ന് തോന്നുന്നു ഇത്തവണ കുറച്ചുകൂടി അഡ്വാൻസ്ഡായി കുറച്ചുകൂടി പ്രതീക്ഷ, സമാധാനത്തിന്റെ പ്രതീക്ഷ വരുന്നുണ്ട്. അത്തരം ഒരു പ്രതീക്ഷയിലാണ് കാശ്മീർ എല്ലാ ആൾക്കാരും. ഈ കരാറിന്റെ തൊട്ടടുത്ത് എന്നുള്ള സൂചന ഇറാനും കൂടി നൽകുന്നതോടുകൂടി നമുക്കും ആ പ്രതീക്ഷ വെച്ച് പുലർത്താം. അവരുടെ ഇറാന്റെ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അറാഖ്ചി തന്നെയാണ് ഇത് സംബന്ധിച്ചുള്ള സൂചനകൾ നൽകിയത്. ഇത്തരം ഒരു കരാറിന്റെ തൊട്ടടുത്ത് എത്തി എന്നാണ് അറാഖ്ചി പറയുന്നത്. അതേസമയം ഈ ഇറാൻ മാധ്യമങ്ങളിൽ ഇതിന്റെ ഒരു കരട് രൂപം പുറത്തു വന്നതിൽ ഡൊണാൾഡ് ട്രംപ് അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. അതിനെ തുടർന്ന് ഈ മാധ്യമങ്ങളിൽ വരുന്ന ഊഹാപോഹങ്ങൾ ഈ കരാറുമായി ബന്ധപ്പെട്ടുള്ളത് വിശ്വസിക്കരുത്, ഈ അന്തിമ കരാർ ഒപ്പുവെച്ചതിന് ശേഷം മാത്രമേ ഈ വിവരങ്ങൾ പുറത്തുവിടൂ, അതുകൊണ്ട് ഇത്തരം വാർത്തകൾ നൽകുന്നതിൽ നിന്ന് മാധ്യമങ്ങൾ മാറി നിൽക്കണമെന്ന് രണ്ട് രാജ്യങ്ങളുടെ പ്രതിനിധികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് 2 സ്റ്റേജായിട്ടായിരിക്കും ഈ കരാർ നടപ്പിലാക്കുക. 60 ദിവസത്തെ സമയം സെക്കൻഡ് സ്റ്റേജിലുള്ള വിഷയങ്ങൾ പറഞ്ഞു തീർക്കാനായിട്ടുണ്ട്. പ്രധാനമായിട്ടും യുദ്ധം ഉടൻ അവസാനിപ്പിച്ച് ഹോർമൂസ് കടലെടുക്ക് തുറന്നു കൊടുക്കുക. അതുമാത്രമല്ല, ഇറാന്റെ മരവിപ്പിച്ച ആസ്തികളിലും ഒരു തീരുമാനമുണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ഇസ്രായേൽ മുന്നോട്ട് വെച്ച ബാലിസ്റ്റിക് മിസൈൽ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കണമെന്നുള്ള ഒരു കാര്യം ഈ കരാറിൽ ഇപ്പോൾ പറയുന്നില്ല. എന്നാൽ ആണവായുധം ഇറാൻ കൈവശം വെക്കരുത്, അത് മുൻനിർത്തിയായിരുന്നല്ലോ ഈ പശ്ചിമേഷ്യയിലെ യുദ്ധം. അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഈ 2ാം സ്റ്റേജിൽ ഈ 60 ദിവസത്തെ ആ ദിവസങ്ങളിലുള്ളിലായിരിക്കും ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് എത്തുക. അതേസമയം ഇറാൻ ഏതെങ്കിലും രീതിയിൽ പണം കൈമാറുന്നത് സംബന്ധിച്ച് കരാറിൽ ഇപ്പോൾ ഒന്നും പറയുന്നില്ലെന്നുള്ള ഒരു സൂചനയാണ് വൈസ് പ്രസിഡന്റ് JD വാൻസ് നൽകുന്നത്. ഇറാന്റെ മുന്നോട്ടുള്ള പ്രതികരണങ്ങൾ എങ്ങനെ ആയിരിക്കുമെന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചതിന് ശേഷമായിരിക്കും ഏതെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക ആനുകൂല്യം നൽകുന്നതാണ് JD വാൻസ് പറഞ്ഞിരിക്കുന്നത്. കരാർ സംബന്ധിച്ച് അന്തിമഘട്ടത്തിൽ എത്തിയതായിട്ട് ഇതിന് മധ്യസ്ഥത വഹിച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹനാസ് ഷെരീഫും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ചായിരിക്കും ഈ കരാർ വരും മണിക്കൂറുകളിൽ ഒപ്പുവെക്കാനുള്ള സാധ്യതയുണ്ടെന്നും പറയപ്പെടുന്നു. JD വാൻസ് ആയിരിക്കും ഒരുപക്ഷെ അമേരിക്കയ്ക്ക് വേണ്ടി ഈ കരാർ ഒപ്പിടുക. കാശ്മീർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് പല പ്രാവശ്യം കൂടിന്റെ വാതിക്കലെത്തി. ഈ പ്രാവശ്യം അത് പറന്നുയരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാശ്മീർ അമൃത. എവിടെ നിൽക്കുന്നേ? ഞാൻ അമേരിക്കയില്. അതല്ല അമേരിക്കയിൽ എവിടാണ്? സാധാരണ കാണുന്ന ഒരു ബാക്ക്ഡ്രോപ്പ് അല്ല, അമേരിക്ക ജംഗ്ഷനിലാണോ? ഇത് ന്യൂജേഴ്സിയിൽ ഇതൊരു കടയുടെ വാതിക്കലാണ്. കാശ്മീർക്ക് രാവിലെ കാപ്പിക്ക് പാല് വാങ്ങിക്കാൻ നമ്മൾ ഒരുമിച്ച് വന്ന സ്ഥലം. അതെ മനസ്സിലായി. ഓക്കെ അപ്പോൾ സുഖമായിട്ട് പോയി കിടന്നു തുടങ്ങി രാത്രി. ഓക്കെ, താങ്ക് യു. അപ്പോൾ ക്ഷണിക്കുന്നത് മധുചേട്ടനാണ്. ഞാൻ അമേരിക്ക പോയപ്പോൾ മധുചേട്ടൻ്റെ വീടിനടുത്ത് എൻ്റെ ബാക്കിൽ കുറച്ചും കൂടി വരണം, വരുമ്പോൾ നല്ല രസമുള്ള സ്ഥലമാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ അത് തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ ഞാൻ ചോദിച്ചത് യഥാർത്ഥത്തിൽ. അപ്പോൾ ഇവിടെ അമേരിക്കയിലാണ് എന്തോ മധുചേട്ടൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.